പിടിക്കാൻ കൂട്ട്. എന്നാടാ ആര് കേറ്റങ്ങോട്ട്. കൂട്ട് പിടിക്ക. ഓ കൂട്ട് പിടിച്ചോ. സ്വപ്നം കാണുന്നോടെ പന്നിനിയോ എന്താ നിനക്കിട്ട് ആലോചിക്കാൻ? എന്താ പൊടിച്ച് അവനോട് പുറത്ത് മാപ്പാക്കണം ബ്രാ. മൃഗമായി ജനിച്ച നിന്റെ മോന് എന്ത് കുന്ത ആലോചിച്ച് കൂട്ടണേ? ആലോചിക്കാൻ സ്വപ്നങ്ങളുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതാ. നീചജാതികള് സ്വപ്നം കാണാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയാല് കേമായി പണിയെടുക്കുക. കുംഭ നിറയ്ക്കാനുള്ള വകയൊക്കെ ഞങ്ങൾ സവർണ ജാതിക്കാർ തരും. മനസ്സിലായോ? പഞ്ചപുച്ഛം അടക്കി നിന്ന് പറയുന്നത് അങ്ങോട്ട് അനുസരിക്കുക. എന്നാലേ ജീവിക്കാം, അല്ലേലേ പെട്ടെന്ന് മണ്ണിനടിയിലോട്ടങ്ങ് പോവും. ചിന്തിച്ചു കൂട്ടിയ പരിഷ്കാരികള് കലികാലത്തിന് കൊണ്ടുവന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ വിനയായില്ലേ പൊടിച്ച്? ചീല കൊണ്ട് മാറുമറച്ചപ്പോ എന്ത് നേട്ടാ ഉണ്ടായത്? ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അല്ല, നിങ്ങൾ പ്രായമായവര് മറച്ചോ? പക്ഷെ ചെറുപ്പക്കാരെ പിള്ളേരോട് പറയണം വെറുതെ മെനക്കെട്ട് ഈ പണിക്ക് പോകരുതെന്ന്. മനസ്സിലായോ? ജന്മിമാർക്ക് ആസ്വദിക്കാനും സുഖസൗകര്യങ്ങൾ ഒരുക്കാനുമാണ് ദൈവം നീചജാതികളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അറിയോ നിനക്ക്? മാറിയിരിക്കുക നീചജാതികള്. അത് നിങ്ങളുടെ വിശ്വാസം മാത്രമാണ്. മനുഷ്യജാതി എന്നല്ലാതെ മറ്റൊരു ജാതി ഉണ്ടോ? അബലയായ സ്ത്രീയെ സംരക്ഷിക്കുക എന്നുള്ളത് പുരുഷധർമ്മത്തിന്റെ ഭാഗമാണ്. എന്തേ ചാത്തനൊന്നും പറയാത്തേ? മണ്ണി പൊന്ന് വിളയിക്കാനല്ലാതെ ഏന് വേറൊന്നും അറിയില്ല പ്രാട്ടി. അത് പോരാ ചാത്ത. ഈ ചാളയിലെത്തുന്നത് വരെ ഉണ്ണുന്നത് ഉറങ്ങുന്നതുമാണ് ജീവിതമെന്ന് ഞാൻ കരുതി. മുഹമ്മദീയരുടെ ക്രൂരമായ മതപരിവർത്തനങ്ങൾക്കിടയിൽ ചാരിത്രം സംരക്ഷിക്കാൻ ഓടിയ ഞാൻ ഇവിടെത്തി. മുഹമ്മദീയരില്ലായിരുന്നെങ്കിൽ ഈ സത്യം അറിയാതെ ഞാനും മണ്ണടിഞ്ഞേനെ. എന്ത് സത്യം? ഞാനുണ്ടത് ആരുടെ അധ്വാനത്തിന്റെ ഫലമാണെന്ന്, പാടത്ത് വിളഞ്ഞതൊക്കെയും ആരുടെ വിയർപ്പാണെന്ന്. അകത്തളങ്ങളിൽ അടച്ചിടുകയല്ലാതെ ജീവിതം എന്തെന്ന് സവർണ മേധാവിത്വം സ്ത്രീകളെ പഠിപ്പിച്ചില്ല ചാത്ത. ബ്രാട്ടി ചാളെ കഴിയണ ശരിയാവൂല. ബ്രാട്ടി പോണം, എവിടെയാലും പോയി സന്തോഷമായിട്ട് കഴിയണം. ഞാനിവിടെ നിൽക്കണത് ചാത്തന് ഇഷ്ടമല്ല. ബ്രാട്ടി പോണം. ഈ ചാള വിട്ട് ഞാൻ പോണെങ്കി അത് മണ്ണിലോട്ട് മാത്രമായിരിക്കും.